നിങ്ങൾ അറിഞ്ഞോ കൂട്ടുകാരെ, ഭൂമിയേക്കാൾ 15 മടങ്ങ് വലിപ്പമുള്ള ഒരു അതിഭീമൻ സൗരകളങ്കം അഥവാ സൺസ്പോട്ട് സൂര്യനിൽ പ്രത്യക്ഷപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത. AR3576 എന്നാണ് ഈ കളങ്കത്തിന് പേരിട്ടിരിക്കുന്നത്. ഭൂമിക്ക് നേരെ വരുന്ന പ്രോട്ടോൺ കണങ്ങളുടെ വൻ പ്രവാഹം കാണിക്കുന്ന ഒരു ചിത്രം നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ GOES 18 ഉപഗ്രഹം പുറത്തുവിട്ടു. അമേരിക്കൻ ബഹിരാകാശ വാഹനമായ പെർസിവറൻസും ചൊവ്വയിൽ നിന്ന് ഈ കളങ്കത്തിന്റെ ചിത്രം പകർത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2023 ഫെബ്രുവരിയിൽ കണ്ടെത്തിയതും ശാസ്ത്രലോകത്തെ ഒന്നാകെ അമ്പരപ്പിക്കുകയും ആശങ്കയിലാഴ്ത്തുകയും ചെയ്തതും ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ സൗരകളങ്കവുമായ AR3576 എന്ന സൗരകളങ്കത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളെക്കുറിച്ചാണ്. ശരാശരി ഓരോ 11 വർഷം കൂടുമ്പോഴും സൗരകളങ്കങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കാണാം. ഈ വർധനവ് പല ഘട്ടങ്ങളായാണ് ഉണ്ടാകുന്നത്. 2025 ഈ ഘട്ടങ്ങളുടെ പാരമ്യത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് വരും ദിവസങ്ങളിൽ സൂര്യനിലെ കളങ്കങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നർത്ഥം. സൂര്യനിൽ കാണപ്പെടുന്ന മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇരുണ്ടതും ചൂട് കുറഞ്ഞതുമായ ഭാഗങ്ങളാണ് സൗരകളങ്കങ്ങൾ. ഇവ സൂര്യന്റെ കാന്തിക മണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിരിഞ്ഞുകിടക്കുന്ന കാന്തിക മണ്ഡലത്തിലെ ഊർജം പെട്ടെന്ന് പുറത്തേക്ക് വമിക്കുമ്പോൾ സൗരജ്വാലകൾ പുറത്തേക്ക് ചിതറിത്തെറിക്കും. ഇവയിലെ ചാർജുള്ള കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുണ്ട്. ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ ഉണ്ടാക്കുകയും വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ, വൈദ്യുത വിതരണം എന്നിവയെ ഇത് ബാധിച്ചേക്കാം. സൗരകളങ്കങ്ങൾ ഭൗമ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ടെന്ന കാര്യം അടുത്തിടെയാണ് നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് നേരെ വരുന്ന ഇത്തരം വലിയ പൊട്ടിച്ചിതറലുകളെ ശാസ്ത്രലോകം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇനി നമുക്ക് സൗരകളങ്കങ്ങൾ, ധ്രുവദീപ്തി, വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ, വൈദ്യുത വിതരണം എന്നിവയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. സൗരകളങ്കങ്ങൾ സൗരവാതകത്തിന്റെയും ചാർജ് ചെയ്ത കണങ്ങളുടെയും ഒഴുക്ക് വർദ്ധിപ്പിക്കുവാൻ കാരണമാകും. ഈ കണങ്ങൾ ഭൂമിയുടെ കാന്തിക ക്ഷേത്രവുമായി ഇടപഴകുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ ഉണ്ടാകുന്നു. വലിയ സൗരകളങ്കങ്ങളാൽ ഉണ്ടാകുന്ന ധ്രുവദീപ്തി കൂടുതൽ തെളിച്ചമുള്ളതും അത് ദൃശ്യമാകുന്ന പ്രദേശം വിപുലമായിരിക്കുകയും ചെയ്യും. സൗരകളങ്കങ്ങളിൽ നിന്നുള്ള റേഡിയേഷൻ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും തടസ്സപ്പെടുത്താം. ഇത് സിഗ്നൽ നഷ്ടത്തിനും ഡാറ്റ കൈമാറ്റത്തിലെ തടസ്സങ്ങൾക്കും കാരണമാകും. വലിയ സൗരകളങ്കങ്ങളാണെങ്കിൽ ഗുരുതരമായ തടസ്സങ്ങൾക്കും മറ്റു പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും. സൗരകളങ്കങ്ങളിൽ നിന്നുള്ള റേഡിയേഷൻ ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിൽ വൈദ്യുത പ്രവാഹങ്ങൾ ഉണ്ടാക്കാം. ഈ പ്രവാഹങ്ങൾ ഭൂമിയിലെ വൈദ്യുത ഗ്രിഡുകളിൽ പ്രവേശിക്കുകയും ട്രാൻസ്ഫോർമറുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും വൈദ്യുത വിതരണത്തിൽ തടസ്സങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. എന്നാൽ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ സൗരകളങ്കങ്ങളും ഈ ഫലങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. അവകളുടെ വലിപ്പം, സ്ഥാനം, ഭൂമിയുമായുള്ള ദിശ എന്നിവയെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഫലങ്ങൾ. സൂര്യനിൽ നിന്ന് സൗരകളങ്കങ്ങൾ പുറപ്പെടുമ്പോൾ നേരിട്ട് സൂര്യനെ നോക്കുന്നത് കണ്ണിന് അപകടകരമാണ്. അംഗീകൃത സൗര ഫിൽറ്ററുകൾ ഇതിനായി ഉപയോഗിക്കാം. സൗരകളങ്കങ്ങളുടെ എണ്ണം 2025 പാരമ്യത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവയുടെ എണ്ണം കുറയുകയും 2030 സൗരകളങ്ക കാര്യക്ഷമത കുറഞ്ഞ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഈ ഘട്ടം ഏകദേശം 11 വർഷങ്ങളോളം നീണ്ടു നിൽക്കും. സൗരകളങ്കങ്ങൾ സൂര്യന്റെ സ്വാഭാവിക പ്രതിഭാസമാണ്. അവകൾ ഭൂമിക്ക് നേരിട്ടുള്ള ഭീഷണി അല്ലെങ്കിലും അവ ഭൂമിയെ ബാധിക്കാവുന്ന സൗരജ്വാലകൾക്ക് കാരണമാകും. സൗരകളങ്കങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും അവയുടെ തിക്തഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും ഗവേഷണങ്ങൾ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു.